എനിക്കത് എഴുതിയെടുക്കാൻ പറ്റിയില്ല, എനിക്ക് വിഷമമുണ്ട്. എനിക്ക് കണ്ണിന് വെള്ളം വരാമെന്ന് ആ മാതിരി ചിരിക്കുക. ഭയങ്കര നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എക്സ്പീരിയൻസ്. അത് വേറൊരു ലെവലാണ്. കെട്ടിയിട്ട് വലിച്ചോണ്ട് പോവുകയാണ് ഗൈസ്. ഫൈനലി നമ്മൾ വണ്ടി മാറ്റി ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കൂടെ 2 പൊട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ചിരിച്ച് ഊപ്പാടല്ല 1 ഡേ ട്രിപ്പൊക്കെ. ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാണാനായി കൂട്ടാനായി ആകാശപ്പൂരെ കുതിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ഒരു കയാക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എല്ലാം ചെയ്യണ്ടേ. ഇപ്പം മലയും കുന്നും എല്ലാം മാത്രം കയറിയാൽ മാത്രം വരില്ല, എല്ലാം വേണ്ടേ. അപ്പം ഫൈനലി നമ്മളും കൂടെ 3-4 പേര് കൂടെ കയാക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കയാക്കിങ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. കയാക്കിങ് എന്താന്ന് പോലും അറിയാം. നമ്മളിത് അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അബി സിംഗിളിനകത്ത് വരുന്നത് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെയാണ്. സിംഗിളാ കയ്യിലെ നടക്കൂടെ യാത്ര. ഇങ്ങനെ കയ്യാക്കി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മുടെ പുറകെ തന്നെ വേറെ വെള്ളം വരുന്നുണ്ട്. ഇതൊക്കെയാണ് മറ്റേ എല്ലാ ആൾക്കാർ വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലും കാര്യത്തിലൊക്കെ ഇടുന്ന ഇവിടെയാണ്. അതുകൊണ്ടൊരു വെള്ളം കൊണ്ട് വല വീശിരുമാൻ വരുന്നുണ്ട്. ഫൈൻ, ബട്ട് കൊള്ളാം. അതിലേക്ക് ചുറ്റയ്ക്ക് കയാക്കിങ് കൊണ്ട് അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അങ്ങനെ കുറച്ച് പരിമിതികളുണ്ട്. നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറന്നോട്ട് നമ്മൾ പോകും. ബട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. വീണ് കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. എന്തൊക്കെ കാണിച്ച് എവിടേക്ക് എത്തി. വെയിലിൻ്റെ ഇടയ്ക്കൂടെ ഫൈനലി നമ്മൾ തണൽ കായാൻ വേണ്ടി കയറിയൊക്കെയാണ് കഴിച്ചു. അഭിനോ വെള്ളത്തിൽ പോയി കിടക്കുന്നു. വെയിലത്ത് നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. അത് തണലത്തിരുന്നു. 4 കിലോ വെയിൽ, ഒന്നും പറയാനില്ല. ഉച്ചയ്ക്കാ വന്നിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചോദിക്കുക. അഭിയെ കാണിച്ചു തരാം. ഒരു കാര്യം, 2 വഴി തെറ്റിടുന്ന പോയിട്ടാ വരുന്നുണ്ട്. എവിടുന്നോ ഏതോ ഗ്യാപ്പ് കണ്ട് കയറി പോയതാ. വഴി തെറ്റിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നു. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. സോ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി പൊക്കോളും. അപ്പോൾ ഞാൻ സൈഡിലോട്ട് പോകുമ്പോൾ ദിശ ഒന്ന് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. വലിയ ടാസ്ക് ഇല്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിംഗിൾ എടുത്താലും വീഡിയോ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ സിംഗിൾ എടുക്കാനായിട്ട് ചെയ്യും. അങ്ങനെ ഡബിൾ എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തിപ്പം കൊച്ചു വഴികളിലൂടെ പോകണം അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒന്ന് ചവിട്ടിത്തള്ളി കയറാൻ തന്നെ കൂടെ അപ്പം ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ക്ഷീണിക്കും, കൈവേദന എടുക്കും. നമുക്കിനിയും ഉണ്ട്. നമ്മളിനി പോവുകയാണ് അങ്ങോട്ട്, കാണിച്ചു തരാം. പിന്നെ സിംഗിളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഈ ഒഴുക്കുള്ളതാണ് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പുറകെ തള്ളി വരണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് സിംഗിൾ എടുക്കാൻ പറ്റുമെങ്കിൽ സിംഗിൾ എടുത്തോണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ അടുത്തൊരു ചുരം പോലുള്ളൊരു നൈസിൽ കയറാൻ പോവാം. ഞാൻ തന്നെ പറയാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ശരിക്കും കയാക്കി ഒരുമിച്ച് 2 പേരും കൂടെ ചെയ്തിട്ട് എങ്ങോട്ടേലും പോകും. നമ്മൾ പിന്നെ സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം. ഡബിൾ ഒരേപോലെ അടിച്ചില്ലെങ്കിൽ അവർ എവിടെയെങ്കിലൊക്കെ ചെന്ന് കയറും. കേട്ടോ, ഈ 2 പേരുള്ള നമുക്ക് വ്ലോഗ് എടുക്കാമായിരുന്നു. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ വ്ലോഗ് എടുക്കാൻ പാടാണ്. അപ്പോൾ തുഴഞ്ഞാൽ അവരെല്ലാം ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിൽ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഫോട്ടോ പോലും എടുത്തില്ല. അവിടെ നിർത്തിട്ട് ഇവൻ്റെ വെള്ളം എങ്ങോട്ടേലും പോകും. അവൻ എവിടെയെങ്കിലുമൊക്കെ പോകും. ഞാൻ പിന്നെ എവിടെയെങ്കിലൊക്കെ ഇറങ്ങി കാണും. ഞാൻ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് താത്ത് വെക്കുമ്പോഴത്തേക്ക് ഉമ്മാരെ കാണത്തില്ല. ഇവരെ തുഴഞ്ഞ് വേറെ എവിടെയെങ്കിലൊക്കെ പോകും. ഫൈനലി ഒരിടത്ത് കിട്ടി, ഒരു തള്ളുള്ളിടത്ത് എല്ലാവരും കൂടെ നിൽക്കുക. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കെട്ടിയിട്ട് വലിച്ചോണ്ട് പോവുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ. പക്ഷെ അങ്ങനെ പോയാൻ പറ്റത്തില്ല. നോക്കിയതാ, പറ്റത്തില്ല. ഒറ്റയ്ക്കേ പറ്റത്തുള്ളൂ. അയച്ചാ ഒറ്റയ്ക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ പോവാ. ഒരുമിച്ചാക്കണ ആവശ്യം, അന്നേരം വൈകിട്ട് പോകത്തുള്ളൂ. നമ്മളൊക്കെ ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് വരുമ്പോൾ ജീവിതമാർഗമായിട്ട് ഇതുപോലെ പോകുന്ന ആൾക്കാരും ഉണ്ട്. ഫിഷിങ് ചെയ്യാനും അതുപോലെ ടൂറിസത്തിൻ്റെ
ഫോറിനേഴ്സിനെ കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ സെപ്പറേറ്റ് അവരുടെ ജീവിതമാർഗമായിട്ട് കണ്ടുപോകുന്നവരുമുണ്ട്. അതുപോലെ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമ്മളീ പോകുന്ന സെയിം വൈബ് തന്നെയാണ് അവർക്കും. അവർ ഹൗസ് ബോട്ടിൽ പോകുന്നു, നമ്മൾ തുഴഞ്ഞു പോകുന്നു. ഫൈനലി നമ്മൾ വണ്ടി മാറ്റി മനസ്സ് മാറ്റി വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് തുഴയണം. ഇതുവരെ എന്നെ കൊണ്ടാണ് തുഴപ്പിച്ച് ഇവിടെ എത്തുന്നിടം വരെ. അടിപൊളി വൈബൊക്കെയാണ്. ഞാൻ ബാക്ക് ക്യാമറ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് നോർമലി ഇതുപോലെ കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ മത്സരിക്കാനൊക്കെ തരും. അതുകൊണ്ട് ഇതുപോലെ അല്ലാതെ വള്ളവും സെപ്പറേറ്റ് അങ്ങ് ഉണ്ട് അവർക്ക് പോയി കാണാനും പോരാനൊക്കെ. ഞങ്ങളുടെ വാപ്പി ഒറ്റയ്ക്ക് മത്സരിക്കും. നീ ഒരു വാടാ. ഇതുപോലെ അത്യാവശ്യം ഒരു വൈബായിട്ട് പോകാനാണെങ്കിൽ ഫ്രണ്ട്സോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കിട്ടുന്ന വൈബായിരിക്കും. മത്സരിച്ച് ബഹളം, അടി, വഴക്ക്, അതിനൊക്കെ പറ്റിയ എന്തൊക്കെ കൃമിയാണല്ലോ നോക്ക്. കണ്ട വീട് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. ഇവിടെ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ മൊത്തം ഇടിച്ച് കാട്ടിക്കൊക്കെ ഭയങ്കര നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എക്സ്പീരിയൻസ്. അത് വേറൊരു ലെവലാണ്. അപ്പോൾ അവിടെ ശവൻ തൊഴിയുന്ന ഞാനവിടെ പോയി തൊഴട്ടെ. ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കൂടെ 2 പൊട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ചിരിച്ച് ഊപ്പാടല്ല 1 ഡേ ട്രിപ്പൊക്കെ കയാക്കി. അതും ഞാൻ ഇപ്പോൾ സിംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സിംഗിൾ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും പറ്റത്തില്ല. നമ്മളൊക്കെ കറങ്ങുന്നു. അല്ലാതൊക്കെയാണെങ്കിൽ നല്ല ഗ്രാൻഡ്. ഇപ്പം നമുക്ക് അടിച്ചു പൊളിച്ച് വീഡിയോ എടുക്കുന്ന ആ ഒരു വൈബൊക്കെ ആണെങ്കിൽ ഡബിൾ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നമ്മൾ ഈ അനക്കൊണ്ട മൂവിയൊക്കെ കണക്കില്ലേ, അതുപോലത്തെ കുറേ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഇടം നോക്കി മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇഷ്ടമുള്ള വഴി പോവാം. എവിടെ ആരും അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൂട്ടുകാരായിട്ട് വരിക മാക്സിമം. ഇപ്പം ഞങ്ങൾ തന്നെ കണ്ടില്ലേ, നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ അടിപൊളിയിൽ ഒരു പ്ലേസാണ്. ഒരു 1 ഡേ ട്രിപ്പിന് മൊത്തത്തിൽ ഒരു കൊല്ലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ പ്ലേസ് എടുത്തിട്ട് 2-3 സ്പോട്ടും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഒരു 1 ഡേ ഫുൾ അവിടെ പോയി കിട്ടും. ഇവിടെ ഹെവി ഡ്രൈവിംഗ് ആണ് ഈ കാണുന്നത്. മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് പോകാൻ അബിയുടെ കഴിവ് നമ്മൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അവന് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ തുഴയുന്നില്ല. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, ഒരു വള്ളം പോകുന്ന ഗ്യാപ്പ്. അപ്പം ഇനി ഹെവി എടുത്തായിരുന്നു വെള്ളത്തിൽ. കൈ കൊണ്ടാണ് ഓടിക്കുന്നത്. എത്തിച്ചു കൈസ് അവൻ. അതിൽ നമ്മളിപ്പുറത്ത് ചാടി. നമ്മുടെ കുറച്ചൊക്കെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ നല്ല കിഡ്ലിനെ സ്പോട്ടൊക്കെ ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കിട്ടും. ഓ മനുഷ്യക്കുഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കൂടുള്ളവന്മാരെ കാണുന്നില്ല. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഞാൻ അബിയുള്ളൂ. ബാക്കിയുള്ളവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയി. കൊള്ളാം, വലിയ കിട്ടുന്ന സ്പോട്ട്. ഇങ്ങനെ ആ വെള്ളം കിട്ടുമ്പോൾ അവിടെ തന്നെ കിടന്ന് കറങ്ങാതെ ഇങ്ങനെ കണ്ടൽക്കാട്ട് ഏരിയയിലൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ജസ്റ്റ് പോയി ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെയുള്ള സ്പോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം അതുകൂടെ എക്സ്പ്ലോർ ചെയ്യുക. ഇതിന് വരുവാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലൊന്നും ആദ്യത്തെ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ ചെയ്യുമ്പോൾ എടുത്ത് വെച്ച് കട്ടാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 പേരുടെ എടുത്തിട്ടുണ്ട്. ഡബിളിൻ്റെ എടുത്തപ്പം അത്യാവശ്യം നമുക്ക് സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ്. വേറെ കാര്യം പറയട്ടെ, വഴി തീർന്നു പോയി കവി. വഴി ഇവിടം വരെ ഉള്ളൂ. ഇല്ലടാ പോകാൻ പറ്റും, പക്ഷെ ഇടിച്ച് കയറിയൊക്കെ പോകേണ്ടി വരും. പോണാ ഏത്തെല്ലാം ചെളി വീഴുമായിരിക്കടാ. അബിക്ക് ഭ്രാന്തായി. എന്നാ ഗൈസ് നമ്മൾ തേഞ്ഞു. പിടിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്ത് എവിടെ ഞാൻ നിർത്തിയില്ലെങ്കിൽ തേഞ്ഞില്ലേ. നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഇങ്ങോട്ട് ഇത്രയും സാഹസ്യമൊന്നും വേണ്ട കേട്ടോ. എന്നാ മണ്ണ ചെളിയാക്കിയാണെങ്കിൽ പൂന്തോട് അവിടെ വല്ലോ. അൽഫോദ്വീപിനകത്തൊക്കെ പോകുന്ന സ്ഥലം പോലുണ്ട് എൻ്റെ മോനെ. വെയിൽ ഇറക്ക സമയമാണ് തോന്നുന്നു, വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു. ഇവിടെ മീനൊക്കെ ദാ നോക്ക്. തീരെ വെള്ളമില്ലടാ അങ്ങോട്ടൊന്നും. ഇവിടെ കണ്ട അവസാനമായിട്ട് വെള്ളമുള്ളത്, ബാക്കിയെല്ലാം മണ്ണ. ഇവിടെ വിട്ട് തിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓൺ റിസ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ച് പോകേണ്ടി വരും. പക്ഷെ അതൊരു അഡ്വഞ്ചറായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രാൻഡ് ആവും. ലൈഫ് ഫുള്ളി ഗ്രാൻഡ് ആക്കാം. ഞങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഒരിക്കലും
ഇറങ്ങരുത്, ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാത്ത സ്ഥലത്ത് ഇറങ്ങാൻ നിൽക്കരുത്. ആരക്കുറവാന്നും പറഞ്ഞ് കാലെടുത്തിട്ട് ഇവ കുളിച്ചിരിക്കുന്നു. അപ്പോഴാണ് കാല് കുത്തണ്ടാന്ന് കണ്ട. ആരക്കുറവെന്നൊരു നല്ല രീതി ഇറങ്ങിയപ്പോ തേഞ്ഞ് നമ്മളെ കാട്ടിൽ നിന്ന് തിരിച്ചു വരുവാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാലിൽ ചെളിയൊന്നും തീരെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോയാണ്. നോക്കി ആ കാട്ടിൽ നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഞാൻ അവരോട് ഞാൻ പറഞ്ഞടാ ഇറങ്ങണ്ട, നമുക്ക് കയകിൻ്റെ ഇത് സ്റ്റിക്ക് വെച്ച് വണ്ടി കറക്കാന്ന് പറഞ്ഞു. എന്തിനാ എന്റെ കാല് ഞാൻ പൊക്കാന്ന് പറഞ്ഞ് കാല് പൊക്കിട്ട് ചാടി ഇറങ്ങിയതാ. അവിടെ നല്ല ഉഗ്രം ചെളി മാത്രമാണ് മൊത്തം. നേരെ എടുത്ത് ചെളി ഇട്ടത് നമ്മൾ ചാടി തിരിച്ച് കയറി. പക്ഷെ എനിക്കത് എഴുതിയെടുക്കാൻ പറ്റിയില്ല. എൻ്റെ വിഷമമുണ്ട് എനിക്ക്. കാരണം എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല ആ സമയത്ത്. കണ്ണിന്ന് വെള്ളം വരാം ആ മാതിരി ചിരിച്ചു ഞാൻ. പവർഫുൾ മാൻ. വെള്ളം എനിക്കൊരു വിഷയമല്ല. ഫോണിപ്പോ ഉപ്പിലിട്ട പോലെ ആയിട്ടുണ്ട്. കാരണം എന്തോ ഇരട്ടിമൈകളോട് ഉണ്ടാക്കിയില്ല. എങ്ങനെ പോയതായിരുന്നു? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പോയതാ. ഒറ്റയ്ക്ക് അലക്ക് പോയിക്കൊണ്ട് ഞാനാ എന്നെ കൊണ്ട് ചെള്ളിട്ടേ